അമേരിക്കയിലെ ട്രംപ് സർക്കാരിന്റെ തീരുവ ഭീഷണികൾക്കിടയിലും റഷ്യയും ചൈനയും ഒപ്പം നിർത്തി ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക നീക്കം. അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോഴും 2030 ഇന്ത്യ ലക്ഷ്യമിടുന്നത് വമ്പൻ വ്യാപാര കരാറുകളാണ്. നിലവിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി $6350 കോടി, പ്രധാനമായും എണ്ണയും വളവും. എന്നാൽ അങ്ങോട്ട് നമ്മൾ കയറ്റുമതി ചെയ്തത് വെറും $488 കോടി മാത്രമാണ്. ഈ ഒരു വലിയ അന്തരം കുറയ്ക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഡോളറിനെ ഒഴിവാക്കി രൂപയിൽ തന്നെ ഇടപാടുകൾ നടത്തി 2030 $10,000 കോടി, അതായത് 9,05,000 കോടി രൂപയുടെ വ്യാപാരമാണ് ഇന്ത്യയും റഷ്യയും ലക്ഷ്യമിടുന്നത്. വസ്ത്രങ്ങളും സമുദ്രോൽപ്പന്നങ്ങളും കൂടുതൽ നൽകി റഷ്യൻ വിപണി പിടിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. ഇതിനൊപ്പം അമേരിക്കയും ചൈനയും ഇന്ത്യക്ക് നിർണായകമാണ്. കഴിഞ്ഞ വർഷം $8,650 കോടി കയറ്റുമതിയുമായി അമേരിക്കയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപണി. എന്നാൽ ഓഗസ്റ്റിൽ ട്രംപ് സർക്കാർ 50% തീരുവ ഏർപ്പെടുത്തിയത് ഇടയ്ക്ക് തിരിച്ചടിയായിരുന്നു. ഇപ്പോൾ തീരുവ 18% കുറഞ്ഞത് വസ്ത്ര രാസവസ്തു മേഖലയ്ക്ക് ആശ്വാസമാണ്. ഇതിനിടയിലാണ് $1,425 കോടി കയറ്റുമതിയുമായി ചൈന ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി തുടരുന്നത്. ഭാവിയിൽ അമേരിക്കയിൽ നിന്ന് എണ്ണ ലഭിക്കാൻ പ്രയാസമുണ്ടായാൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകുന്ന റഷ്യയെ കൈവിടാൻ ഇന്ത്യക്കാവില്ല. പ്രതിരോധ സഹകരണവും റഷ്യയിൽ ഇന്ത്യൻ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന തൊഴിലവസരങ്ങളും ഈ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു. ചുരുക്കത്തിൽ അമേരിക്കൻ വിപണിയിലെ ലാഭം നിലനിർത്തിക്കൊണ്ട് തന്നെ റഷ്യയുമായി ചൈനയുമായും ബന്ധം ദൃഢമാക്കുന്ന തന്ത്രമാണ് ഇന്ത്യ പയറ്റുന്നത്. ഒരു ചേരിയിലും പൂർണ്ണമായി ഭാഗമാകാതെ സ്വന്തം സാമ്പത്തിക ലാഭത്തിന് മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ ഈ നിലപാട് വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നിർണായകമാകും. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.